നമസ്കാരം. ഇന്ന് നമ്മളുടെ റണ്ണിങ് മെറ്റീരിയൽസ് തന്നെ വെച്ചിട്ട് കുറച്ച് ബേബി ഫ്രോക്സ് ഇവിടെ നമ്മളുടെ ഇൻ ഹൗസിൽ തന്നെ ചെയ്തെടുത്തതാണ്. പ്രൊഡക്ഷൻ കൊച്ചു കുട്ടികളുടെ ബേബി ഫ്രോക്കാണ്. ഇതൊരു ഗ്രീനിൽ കോട്ടൺ, പ്യുവർ കോട്ടൺ, ഒരു കോളർ നെക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഗാദേഡായിട്ട് ബാക്കിലും ഗാദേഡായിട്ട് വരുന്നു. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു സമ്മർ സീസണൊക്കെ വെച്ചിട്ട് നമ്മളുടെ തന്നെ ഓൺ പ്രൊഡക്ഷനാണ്. ഇതിലേക്ക് വരുമ്പോഴേക്കും ഇതൊക്കെ ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്തൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നമുക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഇതാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറിൽ വന്നാലാണ് ഇതിൻ്റെയൊക്കെ സൈസ്. ഇത് 4 വയസ്സിന് പറ്റിയിട്ടുള്ള ഒരു കുട്ടിയുടെ ഫ്രോക്കായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് അക്കോബ ത്രെഡ് വർക്ക്. നെക്സ്റ്റ് വീണ്ടും ഒരു ബാൻഡായിട്ട് വന്നിട്ട് അക്കോബയിൽ തന്നെ ഇങ്ങനെ വരുന്നു. ഇത് 2 വയസ്സ്. ഇനി ഇത് വരുന്നത് എല്ലാ അക്കോബയുടെ തന്നെ സോഫ്റ്റ് കോട്ടൺ. കൊച്ചുങ്ങളെ പള്ളി പൂമയൊക്കെ ഇടിക്കാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇടിക്കാം, നഴ്സറി പോകുമ്പോൾ ഇടിക്കാം, ഇങ്ങനെയൊക്കെ പറ്റുന്ന നല്ല കോട്ടൺ അക്കോബ മെറ്റീരിയൽ. ഇതൊക്കെ ഒരുവിധം നടന്നു തുടങ്ങുന്ന പ്രായത്തിൽ. ഇതും 4 വയസ്സ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ ആയിട്ട് വിളിച്ചിട്ട് വീഡിയോ കാണുമ്പോൾ ഇപ്പം സൈസ് ഒന്നും കൂടെ കറക്റ്റായിട്ട് ടോട്ടൽ ലെങ്ത്തോ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. കാരണം ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണ്. നമ്മൾ പ്രൊഡക്ഷൻ നമ്മളുടെ ഇൻ ഹൗസിൽ തന്നെ ചെയ്തതാണ്. കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ കുറച്ച് പ്രൊഡക്ഷൻസ് നമ്മൾ നമ്മുടെ ഇൻ ഹൗസിൽ തന്നെ സെറ്റ് ചെയ്തത്. ഇങ്ങനെ വരുന്നു. ഇവിടെ ഇങ്ങനെ ഇത് 2 വയസ്സിൻ്റെയാണ്. ഗാദേഡായിട്ട് വരും. സ്ക്വയർ നെക്ക്, ബാക്കിൽ കീ ഹോള്. ഇതിന് ഓരോന്നിനും ഓരോ വിലയാണ്. ഇത് നോക്കൂ, വിത്ത് ലൈനിങ് ആണ്, കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ, ക്രോഷോ മെറ്റീരിയൽ, അക്കോബ മെറ്റീരിയൽ. ഇവിടെ ഷോൾഡറിൽ ഈ ഒരു പാറ്റേൺ വരും. ക്രോഷോ ലേസ് വെച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നു. നൂഡിൽ സ്ട്രിപ്പിലാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. കുറച്ച് പാറ്റേൺ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. നമ്മുടെ ഇൻ ഹൗസിൽ തന്നെ സെറ്റ് ചെയ്തത്. കടയിൽ വന്നെടുക്കുമ്പോഴാണ് ഇത് നമ്മളുടെ കുട്ടികൾക്ക് സ്യൂട്ടാവുന്നത് നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓൺലൈനിൽ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു പിങ്ക് കളറിലേക്ക് നല്ല കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ. ആ ഒരു ബോയിൽ കോട്ടണിലൊക്കെ വന്നിട്ടുള്ള തുണിയാണ്. നല്ല സോഫ്റ്റാണ്. ഇത് 5 വയസ്സിൻ്റെ എ ലൈനിൽ ഗാദേഡായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. ഇത് കോട്ടൺ തന്നെ, ലിനൻ മെറ്റീരിയലാണ്. ഇത് ബാക്ക് സൈഡ് ലിനൻ മെറ്റീരിയലാണ്. ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴോട്ട് നല്ല കോട്ടൺ, വാഷബിളാണ്. ഇത് സാറ്റിൻ വെച്ചൊരു നമ്മുടെ ഹാൻഡ് വർക്ക് വന്ന മെറ്റീരിയൽ ചുമ്മാ യോക്കിനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. ഇത് 2 ടൈ. ഇത് വരുമ്പോഴേക്കും നെറ്റിൽ വന്നിട്ട് ഡയബിളായിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽ ആയിരുന്നു. ഇത് സിൽവർ സീക്വൻസ്. അത് ഇങ്ങനെ ഡൈ ചെയ്ത് ഒരേ കളറിലേക്ക് ആക്കിയിട്ട് ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ച് ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടിക്കാം. ബാക്ക് പോർഷനിൽ ഇങ്ങനെ വരുന്നു. ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ് ആണ് വരണേ. ഇത് വരുമ്പോഴേക്കും നല്ലൊരു ഭംഗിയുള്ള കളർ ടോൺ. ഇത് ഫ്രണ്ട് പോർഷൻ വരുന്നു. വർക്ക് മെറ്റീരിയൽ എല്ലാം നമ്മുടെ തന്നെ ഒരു മെറ്റീരിയൽ വെച്ച് സെറ്റ് ചെയ്തതാണ്. ബാക്കിൽ ഇതാ ഇങ്ങനെ ഒരു ബോ. ഇതും ടിൻസൊക്കെ പോലെയുള്ള നോക്കൂ, ഒരേ കളർ. ഇത് ചേട്ടത്തിക്ക്, ഇത് അനിയത്തിക്ക്. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിങ്ങനെ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇതും ഒരേ കളറിൽ തന്നെ, ഒരേ പാറ്റേണിൽ തന്നെ ബേബി ഫ്രോക്സ്. ഇത് പാരിസ് സാറ്റിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രൈഡൽസിന് യൂസ് ചെയ്യുന്ന സാറ്റിനാണ്. ഇമ്പോർട്ടഡ് ആയിട്ട് അംബ്രല കട്ടിങ്, ഫ്രണ്ടിൽ ബോ,
ഇതും അതിൻ്റെ തന്നെ ചെറിയൊരു മോഡല്. നെക്സ്റ്റ് അക്കോബയിൽ തന്നെ നല്ല പല വർണ്ണങ്ങളായിട്ട് 3 ഡിസൈനിൽ ഗാദേഡായിട്ട് ഒരേ കളർ ടോൺ തന്നെ. ഇത് ഒരു ബ്ലൂ അക്കോബ മെറ്റീരിയലിൽ വോയിൽ കോട്ടൺ ആണ്. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നു. ഒരു പൗഡർ, പിന്നെ നല്ല സാൽമൺ പീച്ച് കളറ്. ഇത് ആ സെയിം മെറ്റീരിയലാണ് ഇതൊക്കെ തന്നെ. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരുന്നു, ബാക്കിൽ ടൈ. ഇതിങ്ങനെ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കോട്ടൺ, 2 വയസ്സ്. ഇത് ചെക്കിൻ്റെ ഒരു പാറ്റേൺ, മെറൂൺ കളറിലേക്ക് പീറ്റർ പാൻ പോലെ ത്രെഡ് വർക്ക് വരുന്നു. ഇത് ഇൻഡിഗോ കോട്ടണിൽ വന്നിട്ട് എല്ലാം ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്കറിയാലോ, നമ്മളുടെ ഇവിടെ യൂസ് ചെയ്യുന്ന അതേ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ഒരു ചെറിയ പാറ്റേൺ ഒക്കെ ഇട്ടിട്ട് കോട്ടണിൽ സെറ്റ് ചെയ്താണ്. ഇത് കോട്ടൺ, സൗത്ത് കോട്ടൺ. ഇത് ഒരു ചെക്ക് പാറ്റേൺ മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു. ഇതൊരു സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞി സ്മോക്കിംഗ് ആ ഒരു പാറ്റേണിൽ ത്രെഡ് വർക്ക്. ഇത് വീണ്ടും പ്ലേറ്റഡ് കുഞ്ഞുടുപ്പ്, 3/4 സ്ലീവ് വരണേ. ഇവിടെ ഒരു ചെറിയ വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തു. എല്ലാത്തിനും ഇങ്ങനെ ഒരു ചെറിയ കീ ഹോളും ബാക്കിലും ഗാദേഡായിട്ട് വരുന്നു. ഇത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദേശി ടസറിലേക്ക് ത്രെഡ് വർക്ക്. ഇതൊരു 5 വയസ്സിന് പറ്റിയിട്ട് ഒരു എ ലൈനാണ്. ഫ്രണ്ടിൽ ഇതാ ഇവിടെ ഒരു ഓപ്പൺ വരുന്നു. ഒരു ചെറിയ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വരുന്നത് സാറ്റിൻ താഴോട്ട് വരുന്നു. നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വർക്കുകളെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു പാർട്ടി വെയർ നെറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതൊരു ഹൈലോ പാറ്റേൺ ആണ്. കുട്ടിയുടെ ഇറക്കം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ടെയിൽ പോലെ വരുന്നു, ഹൈലോ പാറ്റേൺ. ഇതൊരു സാൽമൺ പീച്ച് ആ ഒരു കളറ്. നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുള്ള ഒരു ടൈ ഒക്കെ കൊടുത്തിട്ട് നമ്മൾക്ക് ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഗാദേഡായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ചെറിയ ചെറിയ ബേബി ഫ്രോക്സ്. ഇത് ബേബി ഫ്രോക്സ് അല്ല, ജീൻസിൻ്റെ ടോപ്പാണ്. യോക്ക് മുഴുവൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു തെപ്ചി വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു റണ്ണിങ് മെറ്റീരിയലാണ്. പേസ്ലി മോട്ടിഫിൻ്റെ മെറ്റീരിയൽ. അതായത് ഇങ്ങനെ വരുന്നു. സ്ലീവ് നമുക്ക് ഈ ടീനേജ് കുട്ടികൾക്കൊക്കെ ജീൻസിനൊപ്പം പെയർ ചെയ്യാം. ഇത് റോംബർ. ഇത് ആൺകുട്ടിക്കും പറ്റും പെൺകുട്ടിക്കും പറ്റും. ഇങ്ങനെ വരുന്നു. ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും വൈറ്റ് ബനിയനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ റോംബറായിട്ട് ഇങ്ങനെ വരുന്നു. ഇനി കുറച്ച് വലിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു വർക്ക് മെറ്റീരിയൽ യോക്കിലേക്ക് ചെയ്തിട്ട് നെറ്റാണ് നമ്മൾ ഡബിൾ അംബർല എന്നുള്ളൊരു രീതിയിലാണ്. സാറ്റിൻ ഏകദേശം ഒരു മീഡിയം സൈസാണ് വരുന്നത്. അപ്പോൾ ഒരു 36 ഒക്കെ ഉണ്ടാകും. ഇത് അതിൻ്റെ തന്നെ കുറച്ച് ചെറുതല്ലേ, മീഡിയം തന്നെ. അപ്പോൾ 2 36, 2 പാർട്ടി വെയർ ഗൗൺ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചത് നമ്മളുടെ പ്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ കുറേ കൊച്ചു ബേബി ഫ്രോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ വേറെ സൈസ് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ കസ്റ്റമർ കെയറായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മളുടെ യൂണിറ്റിൽ തന്നെ ഒരു പാറ്റേൺ വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പുണോളിൽ സിൽക്സ് ആയിട്ട് കസ്റ്റമർ കെയർ നമ്പറായിട്ട് ബന്ധപ്പെടുക. അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വെബ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോറിൽ വന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.